ഹായ് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ പെസഹ തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ പെസഹ തിരുനാളിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ഈശോ തന്റെ മരണത്തിന് മുമ്പായിട്ട് തൊട്ട് മുമ്പുള്ള ദിവസം ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ചു. അപ്പോൾ ഞാനപ്പോ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശർക്കര പാനി ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരും, നമുക്ക് പെസഹ ഒരുമിച്ച് കഴിക്കാം. അപ്പൊ കാലുകഴുകൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു, അത് രാവിലെ ആയിരുന്നു. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെല്ലാം കഴുകി അതിവിനയത്തോട് തന്നെ ആ ഒരു പാഠം ലോകത്തിന് പകർന്നു കൊടുത്തൊരു ദിവസമാണ് പെസഹ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അപ്പവും മീഞ്ഞും ഒക്കെ മുറിച്ച് മാതാപിതാക്കളും കുടുംബവും എല്ലാവരും കൂടിയിട്ട് തന്റെ യേശു അങ്ങനെയാണ് പങ്കുവെച്ചത്. അതുപോലെ തന്നെ ആ വീഞ്ഞ് വ്യക്തമായിട്ട് ശിഷ്യർക്ക് നൽകിയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എന്റെ പെസഹ ദിനാശംസകൾ നേരുകയാണ്. അതോടൊപ്പം എന്താ പറയാ, പുതിയ തരത്തിൽ പല നാടുകളിലും പലതരത്തിലാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പെസഹ ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരുപാട് പീഡാനുഭവങ്ങളുടെയും സന്തോഷം നിറഞ്ഞ ഒരു പെസഹ വ്യാഴാഴ്ച പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഈ ഒരു പെസഹ വ്യാഴാഴ്ച കുടുംബത്തോടൊപ്പം, നാളെ ദുഃഖവെള്ളിയാണ്, നന്മയോടെ എല്ലാവരും പെസഹ ആഘോഷിക്കൂ. അതുപോലെ പെസഹ പെരുന്നാളിന്റെ ഓർമ്മ ദിവസം പുതുക്കൂ കേട്ടോ. ലവ് യു, ലോട്ട്സ് ഓഫ് ലവ്. ബൈ. എല്ലാവർക്കും പെസഹ ആശംസകൾ.